ലോകരെല്ലാം കൈവിടിഞ്ഞാലും ശോകഭാരമേറിയാലും യേശു രക്ഷകനിൻ താങ്ങും തണലുമാ. അവനെന്നെ മറക്കുകയില്ല, മൃത്യുവിലും കൈവിടില്ല. അവനിഷ്ടം ഞാൻ ചെയ്തെന്നും ജീവിക്കും. ദൈവഭക്തരും നല്ലവരുമായ ആളുകൾ കഷ്ടപ്പെടുന്നതും ദുഷ്ടതയും അനീതിയും പ്രവർത്തിക്കുന്നവർ സുഖമായിരിക്കുന്നതും കാണുമ്പോൾ ചിലപ്പോഴെങ്കിലും നാം ദൈവത്തോട് ചോദിക്കാറുണ്ട്, എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു ദൈവമേ, അവിടുന്ന് ഇത് കാണുന്നില്ലേ എന്ന്. ഇങ്ങനെ ഒരു ചോദ്യം യിരെമ്യാ പ്രവാചകൻ ദൈവത്തോട് ചോദിച്ചു. യിരെമ്യാ പ്രവചനം 12:1 വായിക്കുന്നത്, യഹോവേ, ഞാൻ നിന്നോട് വാദിച്ചാൽ നീ നീതിമാനായിരിക്കും, എങ്കിലും ന്യായങ്ങളെക്കുറിച്ച് ഞാൻ നിന്നോട് ചോദിപ്പാൻ തുനിയുന്നു. ദുഷ്ടന്മാരുടെ വഴി ശുഭമായിരിക്കാൻ സംഗതി എന്ത്? ദ്രോഹം പ്രവർത്തിക്കുന്നവരൊക്കെയും നിർഭയന്മാരായിരിക്കുന്നതെന്ത്? Why does the way of the wicked prosper? Why are those happy who deal so treacherously? യിരെമ്യാവിന്റെ അനുഭവത്തിൽ നിന്ന് ഉത്തരം കിട്ടാത്ത ഒരു ചോദ്യമാണിത്. ദുഷ്ടന്മാരുടെ സ്വഭാവത്തെക്കുറിച്ച് 2-ാം വാക്യത്തിൽ പറയുന്നത്, അവരുടെ വായിൽ ദൈവം സമീപസ്ഥനായും അന്തരംഗത്തിൽ ദൂരസ്ഥനായും ഇരിക്കുന്നു. യിരെമ്യാവ് അനാഥോത്തിലെ പുരോഹിതനായ ഹിൽക്കിയാവിന്റെ മകനായിരുന്നു. അമ്മയുടെ ഉദരത്തിൽ നിന്ന് പുറത്തു വന്നതിനു മുമ്പേ ദൈവം അവനെ ശുദ്ധീകരിച്ചു. യഹൂദയുടെ പ്രവാചകനായിരുന്ന യിരെമ്യാവ് ദൈവം കൽപ്പിച്ചതൊക്കെയും അതുപോലെ ചെയ്തു വരുന്നു. സ്വജനങ്ങളാൽ ഇത്രയധികം പീഡ അനുഭവിച്ച പ്രവാചകന്മാർ വിരളമാണ്. ബാല്യത്തിൽ സ്വന്തം സ്ഥലമായ അനാഥോത്തിൽ പാർത്തു. അനന്തരം അവരാൽ പീഡിപ്പിക്കപ്പെട്ടതിനാൽ യെരുശലേമിൽ പാർക്കേണ്ടി വന്നു. യെരുശലേമിലെ കള്ളപ്രവാചകന്മാരും പുരോഹിതന്മാരും അദ്ദേഹത്തെ പീഡിപ്പിച്ചു. കാലാമത്തിലിട്ട് പൂട്ടിയ നിലയിൽ അദ്ദേഹത്തിന് കാരാഗ്രഹത്തിൽ കഴിയേണ്ടി വന്നു. ശത്രുക്കൾ അദ്ദേഹത്തെ കൊല്ലുവാനായി വെള്ളമില്ലാതെ ചെളി മാത്രം നിറഞ്ഞ ഒരു കുഴിയിലേക്ക് കെട്ടിയിറക്കി. അപ്പോഴും യിരെമ്യാവ് വീക്ഷിക്കുന്നത് ദുഷ്ടന്മാരുടെ വഴികൾ ശുഭമായിരിക്കുന്നതും ദ്രോഹം പ്രവർത്തിക്കുന്നവരൊക്കെയും നിർഭയമായി വസിക്കുന്നതും. ഒരിക്കൽ സങ്കീർത്തനക്കാരനായ ആസാഫും ഇതേ ചോദ്യം ദൈവത്തോട് ചോദിച്ചു. 73-ാം സങ്കീർത്തനം 3-ാം വാക്യം വായിക്കുന്നത്, ദുഷ്ടന്മാരുടെ സൗഖ്യം കണ്ടിട്ട് എനിക്ക് അഹങ്കാരികളോട് അസൂയ തോന്നിയെന്ന്. 13-ാം വാക്യം ഇങ്ങനെ വായിക്കുന്നു, എന്നാൽ ഞാൻ എൻ്റെ ഹൃദയത്തെ ശുദ്ധീകരിച്ചതും എന്റെ കൈകളെ കുറ്റമില്ലായ്മയിൽ കഴുകിയതും വ്യർത്ഥമത്രേ. ഒടുവിൽ സങ്കീർത്തനക്കാരൻ വിശുദ്ധ മന്ദിരത്തിൽ ചെന്ന് അവരുടെ അന്തം എന്താകുമെന്ന് ചിന്തിച്ചു. 18-ാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നത്, നിശ്ചയമായി നീ അവരെ വഴുവഴുപ്പിൽ നിർത്തുന്നു, നീ അവരെ നാശത്തിൽ തള്ളിയിടുന്നു. ദുഷ്ടന്മാരുടെ അന്തം നാശമാണെന്നും പാപത്തിന്റെ ശമ്പളമായ മരണത്തിന് അവർ അടിമപ്പെട്ടു പോകുമെന്നും അവരുടെ അവസാനം അവരുടെ പ്രവൃത്തികൾക്ക് ഒത്തതായിരിക്കുമെന്നും നിരവധി വചനങ്ങൾ വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. സദൃശവാക്യങ്ങൾ 10:28 വായിക്കുന്നത്, നീതിമാന്മാരുടെ പ്രത്യാശ സന്തോഷമാകുന്നു, ദുഷ്ടന്മാരുടെ പ്രതീക്ഷയ്ക്കോ ഭംഗം വരും. നീതിമാനായ യേശു കർത്താവിന്റെ പാതയാണ് നാം പിന്തുടരേണ്ടത്. കർത്താവ് പറഞ്ഞത്, നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിപ്പീൻ, നിങ്ങളെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പീൻ. സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിന് പുത്രന്മാരായി തീരേണ്ടതിന് തന്നെ. അതിനായി സമർപ്പിക്കാം, പ്രാർത്ഥിക്കാം. കരുണയുള്ള പിതാവേ, ദുഷ്ടന്മാരുടെ പ്രവർത്തനങ്ങൾ കണ്ട് ഞങ്ങൾ ചഞ്ചലപ്പെട്ടു പോകാതെ അവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പാനും അങ്ങയുടെ പുത്രന്മാരായി തീർന്ന് നിത്യജീവൻ പ്രാപിക്കുവാൻ അവിടുന്ന് സഹായിക്കണമേ എന്ന് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കേൾക്കണമേ.